വായിച്ച് കേട്ടത്. അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമലയ്ക്കരികെ ബേത്ത്ഗായിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവർ അവയെ അയക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് കർത്താവ് ഭോഷന്മാരെ തിരഞ്ഞെടുത്തെന്ന. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത നിങ്ങളെയും എന്നെയും സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തേണ്ടതിന് കർത്താവ് ജ്ഞാനികളുടെ ഇടയിൽ നിന്ന് അജ്ഞാനികളായ നമ്മെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ വായിൽ നിന്ന് ഒരിക്കലും അസാധ്യം എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കുവാൻ പാടില്ല. സകലതും സാധ്യമാക്കി തരുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ നാവ് കൊണ്ട് പറയുവാൻ തയ്യാറായാൽ നിങ്ങളൊരു അനുഗ്രഹമാകും. സ്തോത്രം. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞത് നീ ഒരനുഗ്രഹമാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട അബ്രഹാമിൻ്റെ സന്തതിയായ ദൈവത്തിൻ്റെ കൊച്ചു പൈതലെ നീ നിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ സ്വർഗം അത് പ്രവർത്തിക്കും. കാരണം ജ്ഞാനികളുടെ നടുവിൽ നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തത് അവനെ ലജ്ജിപ്പിക്കുവാനാ. അങ്ങനെയാണെങ്കിൽ നീ പറയണം, ഞാനൊന്നുമില്ല, സർവവും സകലതും എൻ്റെ കർത്താവാണ്. ആ കർത്താവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല, പരാജയപ്പെടുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ലെന്ന് നിൻ്റെ ഹൃദയത്തിനകത്ത് നീ പറയാൻ തുടങ്ങുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി നിൻ്റെ ഗ്രഹകാര്യങ്ങളെ ക്രമപ്പെടുത്തും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനം ഏറ്റെടുത്ത് വിശ്വസിച്ചതുകൊണ്ട് അവർ ചെന്നടുത്തെല്ലാം അവരിലൂടെ ദൈവമഹത്വം വെളിപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച നീയും ചെല്ലുന്നിടത്ത് നീ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരും, നിന്നെ ഓർത്ത് അത് നിവർത്തിച്ചു തരും. അതുകൊണ്ട് മടുത്തു പോകാതെ മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കാൻ പ്രിയ ദൈവപൈതലേ നീ തയ്യാറാക്. അവൻ നിന്നോട് കൂടെ ഇരിക്കും. അവൻ അവസാനത്തോളം കരുതി നടത്തുന്ന ശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ആമേൻ പറ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൻ ഒലിവുമലയ്ക്ക് സമീപിച്ചപ്പോൾ സ്വത്രം തൻ്റെ 2 ശിഷ്യന്മാരെ എതിരെ ഉള്ള ഗ്രാമത്തിലേക്ക് അയച്ചു. സ്തോത്രം. ആ ദേശത്ത് കുതിരയുണ്ട്, ഒട്ടകമുണ്ട്, ആനയുണ്ട്, അതുപോലെ മറ്റ് മൃഗവാഹനങ്ങൾ ഒരുപാടുണ്ട്. അതിനെ ഒന്നും തിരഞ്ഞെടുക്കാതെ കർത്താവ് ഒരു കഴുതയെയും തൻ്റെ കുട്ടിയെയും കൊണ്ടുവരാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? കർത്താവിന് കയറുവാൻ ഇതിനെയായിരുന്നു കർത്താവിന് ആവശ്യം. എന്തുകൊണ്ടാണ് കുതിരയെ തിരഞ്ഞെടുക്കാഞ്ഞത്? സ്വത്രം. എന്തുകൊണ്ട് ഒട്ടകത്തെ തിരഞ്ഞെടുത്തില്ല? എന്തുകൊണ്ട് ആനയെ തിരഞ്ഞെടുത്തില്ല? ഇതിനെയൊന്നും കർത്താവ് തള്ളിക്കളഞ്ഞില്ല. പക്ഷയോ കർത്താവ് തള്ളിക്കളയാതെ സ്തോത്രം ലോകം തള്ളിക്കളഞ്ഞ ഒരു അമ്മയും കുഞ്ഞും ഇതാ പട്ടണത്തിന് വെളിയിലൊരു കുറ്റിച്ചുവട്ടിൽ കിടന്ന് നട്ടം തിരിയുകയാ. കാറ്റും മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് ആ കുറ്റിച്ചുവട്ടിൽ കെട്ടപ്പെട്ടവരായി ആ അമ്മയും കുഞ്ഞും കടന്ന് നിലവിളിക്കുമ്പോൾ സ്തോത്രം ആ നിലവിളി കേൾക്കുവാൻ അതിൻ്റെ യജമാനൻ കാതുകൊടുത്തില്ല. സ്തോത്രം. ആ കുറ്റിച്ചുവട്ടിൽ കിടന്നുകൊണ്ട് കാറ്റും മഴയും വെയിലും കൊള്ളുമ്പോൾ ആ അമ്മയുടെ ഹൃദയത്തിനകത്ത്, അമ്മക്കഴുതയുടെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹം പൊങ്ങി വരുന്നുണ്ട്. ഞാനിങ്ങനെ കിടന്ന് നശിച്ചാലും എൻ്റെ കുഞ്ഞ് നശിച്ചു പോകാൻ ഇടവരല്ലേ എന്ന് പറഞ്ഞ് ആ കുറ്റിച്ചുവട്ടിൽ കിടന്നുകൊണ്ട് അതിൻ്റെ ഹൃദയത്തിൻ്റെ വേദന അത് ദൈവത്തോട് പറയുമ്പോൾ ആരും അത് ലോകത്തിൽ കേട്ടില്ല. പക്ഷേ സർവശക്തനായ ദൈവം അത് കേട്ടു. സ്തോത്രം. ഇന്ന് പകലിൽ നിങ്ങൾ
നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ആവലാതികൾ, നിങ്ങളുടെ വേവലാതികൾ, നിങ്ങളുടെ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ ലോകത്തിൽ ആരും കണ്ടില്ലെങ്കിലും, ലോകത്തിൽ ആരും അറിഞ്ഞില്ലെങ്കിലും നീ സേവിക്കുന്ന ദൈവം അറിയുന്നുണ്ട് കുഞ്ഞേ. അതുകൊണ്ട് ലോകത്തുള്ള മനുഷ്യനോടല്ല നിന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കേണ്ടത്, ലോകത്തിലെ മനുഷ്യനോടല്ല നീ പറയേണ്ടത്. നിന്നെ വിളിച്ചു വേർതിരിച്ച അവൻ്റെ പുണ്യാകരക്തം തന്ന് നിന്നെ വിലയ്ക്ക് വാങ്ങുകയിൽ ആ വില തന്ന ദൈവത്തോട് നീ പറ നിന്റെ ആവശ്യങ്ങൾ. അത് തക്ക സമയത്ത് സർവശക്തനായ ദൈവം നിവർത്തിക്കും. തൻ്റെ കുഞ്ഞ് അമ്മ കഴുതയോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അമ്മ യജമാനന് വേണ്ടി ഒരുപാട് കഷ്ടം അനുഭവിച്ചില്ലേ? യജമാനൻ വെച്ച് കെട്ടിയ വിഴുപ്പും ചുമന്നുകൊണ്ട് കാടും മലയും ഒരുപാട് താണ്ടിയില്ലേ? എന്നിട്ടും വയ്യാതെ വന്നപ്പോ, അമ്മയുടെ ആരോഗ്യം ക്ഷയിച്ചപ്പോ അമ്മ നമ്മളെ തള്ളിക്കളഞ്ഞില്ലേ? ഈ കുറ്റിച്ചുവട്ടിൽ കിടന്ന് നാം നരകിച്ച് മരിക്കാനാണോ അമ്മ നമ്മുടെ വിധി? ഇത് കേൾക്കുന്ന അമ്മ കഴുതയ്ക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഹൃദയം കലങ്ങി ആ കുറ്റിച്ചുവട്ടിൽ കിടന്ന കെട്ടിനകത്ത് കുരുങ്ങിക്കടന്ന് സങ്കടങ്ങൾ ദൈവത്തോട് പറയുകയല്ലാതെ ലോകത്തിൽ തൻ്റെ യജമാനനോട് പറഞ്ഞാൽ കേൾക്കുകയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉയരങ്ങളിലേക്ക് തൻ്റെ ഹൃദയത്തെ പായിച്ച് കരഞ്ഞപ്പോൾ തൻ്റെ കുട്ടിയുടെ ചോദ്യത്തിന് മറുപടിയായി സ്വർഗത്തിലെ ഇറങ്ങി വന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ സങ്കടങ്ങൾ കാണുവാൻ, നിന്റെ ആവലാതികൾ അറിയുവാൻ, നിന്റെ ഭവനത്തിൻ്റെ ശൂന്യത അറിയുവാൻ, നിന്റെ ജീവിതത്തിൻ്റെ രോഗത്തിൻ്റെ മണ്ഡലം അറിയുവാൻ ഒരു പക്ഷേ ഒരു വൈദ്യനുണ്ടായിരിക്കത്തില്ല, ഒരു പക്ഷേ നിന്റെ കൂട്ടുകാരുണ്ടായിരിക്കത്തില്ല, ഒരു പക്ഷേ നിന്റെ വീട്ടുകാരുണ്ടായിരിക്കത്തില്ല. നിന്റെ സ്നേഹിതർ മുഴുവനും നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ്, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്, നിന്റെ കരത്തിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളയുമ്പോൾ കുഞ്ഞെ, നീ ലോകത്തിലെ മനുഷ്യനെയല്ല നോക്കേണ്ടത്, നിന്നെ വീണ്ടെടുത്ത കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, അവൻ എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു ദിവസമുണ്ടെന്ന്. വിശ്വാസത്തോടെ നീ ദൈവത്തോട് പറയുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം അത് കേട്ടിട്ട് മുഖം തിരിച്ചു പോകത്തില്ല. കാരണം എന്തെന്നറിയാമോ? നീ അവൻ്റെ പൈതലാ. സ്തോത്രം. നീ ആശ്രയിച്ചത് ലോകത്തിലെ യജമാനന്മാരെ അല്ല, ലോകത്തിലെ പുരോഹിതന്മാരെ അല്ല, സർവശക്തനായ ദൈവത്തെയാ. അത് നിന്നെ ഉരുവാക്കിയ ദൈവത്തെയാ. അങ്ങനെയാണെങ്കിൽ ആ ദൈവം നിന്റെ നിലവിളി കേട്ടാൽ അടങ്ങിയിരിക്കത്തില്ല, നിന്റെ അടുക്കലേക്ക് കടന്നു വരും. സ്തോത്രം. ആ അമ്മ കഴുത കുറ്റിച്ചുവട്ടിനകത്ത് തൻ്റെ കുഞ്ഞിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി ആ കുറ്റിച്ചുവട്ടിൽ കിടന്ന് കറങ്ങുമ്പോൾ ആ കുട്ടി കഴുത തൻ്റെ അമ്മയെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്നതാ കാണാൻ കഴിയുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, പ്രിയ ദൈവ പൈതലേ, നിന്നെ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുക. ഒരു പക്ഷേ നിന്റെ കൂട്ടാളി നിന്റെ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞില്ലെന്ന് വരാം, നിന്റെ മക്കൾ നിന്റെ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞില്ലെന്ന് വരാം, നിന്റെ ശരീരാത്മദേഹങ്ങളിൽ രോഗത്തിന്റെ വേദന അവർക്കൊരു പക്ഷേ മനസ്സിലായില്ലെന്ന് വരാം, നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് നിന്റെ രോഗമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ നാടി ഞരമ്പുകളെ ഉരുവാക്കിയവൻ, നിനക്ക് പ്രാണൻ തന്നവൻ, ഇക്കാലം വരെയും നിന്നെ കരുതിയ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് കുഞ്ഞേ. ആ ദൈവം ഇന്ന് പകൽക്കാലം നിനക്ക് വേദനയുള്ള ഭാഗത്ത്, നിന്റെ ജീവിതത്തിൽ ശൂന്യതയുള്ള ഭാഗത്ത് ഇന്ന് പകൽക്കാലം ഒന്ന് തൊടുന്നത് വിശ്വാസത്തോടെ നീ ഒന്ന് കാണ്. അസാധ്യമെന്ന് പറയുന്ന മണ്ഡലങ്ങളെ സാധ്യമാക്കി തരുന്ന യേശു കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നെന്ന് ഇന്ന് പകൽക്കാലം നീ ഒന്ന് വിശ്വസിക്ക്. മനുഷ്യർ മാറിപ്പോകും, അധികാരി വർഗം മാറിപ്പോകും, എന്നാൽ മാറ്റമില്ലാത്ത വാഗ്ദത്തം ചെയ്ത കർത്താവ് മാറിപ്പോകത്തില്ല. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ എൻ്റെ കർത്താവ് ശക്തൻ. ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇതാ കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. സ്വത്രം. ആ അമ്മ കഴുതയുടെ ഹൃദയത്തിൻ്റെ വേദന കണ്ടവൻ, ആ കുട്ടി
കഴുതയുടെ മനസ്സിൻ്റെ ഭാരമറിഞ്ഞവൻ ഇതാ സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, ആരും കയറിയിട്ടില്ലാത്ത പട്ടണത്തിന് വെളിയിൽ ഒരു കഴുതയും കുട്ടിയും കരയുന്നു, പോയി അവയെ അഴിച്ചു കൊണ്ടുവാ. യജമാനന് വേണ്ടാതെ പുറംപറമ്പിൽ തള്ളപ്പെട്ട ഈ കഴുതയെ ആരെങ്കിലും അഴിക്കാൻ വന്നാൽ അവർക്ക് വില കൊടുത്തിട്ടേ അഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ വില തന്നവൻ പറയുക, അവനെ പോയി അഴിച്ചു കൊണ്ടുവരിക. വില തന്നവൻ പറയുക, അവയെ അഴിച്ചു കൊണ്ടുവരിക. എന്നിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, ആരെങ്കിലും സ്തോത്രം എന്തിനാ അവയെ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നീ പറയണം, ദൈവത്തിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. കുഞ്ഞെ, നിന്റെ ജീവിതത്തെ പലപ്പോഴും കരിന്തിരിയിരിക്കുമാറ് പിശാച് പോരാടിക്കൊണ്ട് നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യും, നിന്റെ കൂട്ടാളിയെ ബ്ലോക്ക് ചെയ്യും, നിന്റെ ഭവനത്തിൻ്റെ സാഹചര്യങ്ങളെ ബ്ലോക്ക് ചെയ്യും, നിന്റെ പേഴ്സിനെ കാലിയാക്കും, നിന്റെ ആരോഗ്യത്തെ ശൂന്യമാക്കും, നിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തും. പക്ഷെ നീ പരാജയപ്പെട്ടു പോകരുത്, നീ പതറിപ്പോകരുത്. കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ ഒരിക്കലും നിന്നെ തനിച്ചാക്കിയിട്ട് പോകത്തില്ല. അവൻ ഇറങ്ങി വരും. നിന്റെ കണ്ണുനീരിൻ്റെ നടുവിൽ നീ മുഴങ്കാലുമടക്കി അപ്പനസന് കരയാൻ തുടങ്ങ്, നീ മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങ്, നിന്റെ തല ഉയർത്തി കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാൻ ശ്രമിക്ക്. നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കില്ല. ഇതാ രണ്ടുപേര് വന്ന് ആ കുറ്റിച്ചവിട്ടിൽ കിടന്ന് വട്ടം കറങ്ങുന്ന, ജീവിതത്തിലെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ആ അമ്മക്കഴുതയും ആ കുട്ടിക്കഴുതയും അഴിച്ചെടുക്കുമ്പോൾ വല്ലാത്ത ഒരു ഭാരം ആ കഴുതയുടെ അകത്തു വീണ് കാണും. ഇവിടെ കിടന്ന് ചാവാൻ പോലും എന്നെ അനുവദിക്കാതെ ഇവിടെ നിന്നും എന്നെ അകറ്റിക്കൊണ്ടു പോകുകയാണോ? ഇതെൻ്റെ യാത്ര, എൻ്റെ അവസാനത്തെ യാത്രയാണോ? ഇനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകനെ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുകയില്ലയോ? എന്നെ അവർ മാറ്റിവിട്ടിട്ട് എൻ്റെ കുഞ്ഞിനെ വിഴുപ്പ് ചുമക്കാൻ അവർ കൊണ്ടുപോകും. അവനൊരിക്കലും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല. ആ അമ്മയുടെ ഹൃദയത്തിനകത്തെ തേങ്ങലുകൾ സ്തോത്രം ലോകം കണ്ടില്ല. സ്തോത്രം പക്ഷെ കണ്ടവനായ നസറനായ യേശു സ്തോത്രം ആ അമ്മയുടെ തേങ്ങലുകൾക്ക് മറുപടിയായി സ്തോത്രം നോക്ക്, ആ കഴുതയെ കൊണ്ടുവരുന്ന കണ്ടപ്പോൾ തന്നെ സ്തോത്രം അതിനെ കയ്യിൽ വാങ്ങിയിട്ട് അതിൻ്റെ ചുമലിലൊന്ന് കയറിയിരുന്നു. Praise the Lord. Praise the Lord. Praise the Lord. വിഴുപ്പ് ചുമന്ന് ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്തുവാൻ, ഒന്ന് പച്ച പിടിപ്പിക്കുവാൻ വേണ്ടി നീ കരഞ്ഞ കരച്ചിലോ കൊണ്ടല്ലോ, അതെല്ലാം ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് സർവശക്തൻ എടുത്തു മാറ്റി. ഓ, ആ കഴുതയുടെ പുറത്ത് ഒന്ന് കേറി. സ്വത്രം. അങ്ങനെയാണെങ്കിൽ കുഴഞ്ഞ ചേറ്റിലും അന്ധകാരത്തിൽ കിടന്ന നിന്നെ എൻ്റെ യേശു കർത്താവ് കരം പിടിച്ച് ഉയർത്തിയെങ്കിൽ ഇനി നീ താണു പോകത്തില്ല കുഞ്ഞെ, ഇനി നീ തകർന്നു പോകത്തില്ല കുഞ്ഞെ, ഇനി നിന്റെ ഭവനം ശൂന്യമാകത്തില്ല കുഞ്ഞെ. നിന്റെ ആയുസ്സിൽ നീ ചോദിച്ചതും ചിന്തിച്ചതും നനച്ചതും എല്ലാം എൻ്റെ കർത്താവ് തന്ന് നിറപ്പാൻ ഇതാ അവൻ നിന്റെ കൂടെയുണ്ട്. സ്വത്രം. യേശു ആ കഴുതയുടെ മുകളിൽ കയറിയപ്പോൾ അന്ന് വരെ ഭാരം ചുമന്ന ആ കഴുതയുടെ മുകളിൽ ഇരിക്കുന്ന യേശുവിൻ്റെ ഭാരം തനിക്കൊരു ഭാരമായി തോന്നിയില്ല. കൂടെ പോയ കുട്ടിക്കഴുത കണ്ടത് അമ്മ വട്ടം കറങ്ങി കുറ്റിച്ചുവട്ടിൽ ചേറിലും ചെളിയിലും കല്ലിലും ഒക്കെ കിടന്ന് കറങ്ങിൽ ഇതാ അമ്മ പട്ടുമെത്തയിലൂടെ നടക്കുന്നതാ കണ്ടത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഒരു കാലത്ത് നീ കഷ്ടത്തിലൂടെ കടന്നു വന്നതാ, ഒരു കാലത്ത് നീ രോഗത്തിലൂടെ കടന്നു വന്നതാ, ഒരു കാലത്ത് നീ നഷ്ടം മാത്രം അനുഭവിച്ചതാ. പക്ഷേ ആ കഷ്ടവും ആ രോഗവും ആ നഷ്ടവും എടുത്തു മാറ്റി ഇപ്പോൾ നീ യാത്ര ചെയ്യുന്നത് ക്രിസ്തുവിലുള്ള ദർശനത്താലെങ്കിൽ നീ നടക്കാൻ പോകുന്നത് സ്വത്രം ഈ മണ്ണിലൂടെയല്ല, സ്വച്ഛ തങ്കതുല്യമായ സ്വർഗീയ പർദീസയിലൂടെ. ആ സ്വത്രം കാതിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കുണുക്കിൻ്റെ ബലത്തിലല്ല, പിന്നെയോ നീ നടക്കാൻ പോകുന്ന സ്വത്രം സ്വർണം കൊണ്ട് വിരിച്ച പാതയിലാ കുഞ്ഞെ. നിന്നെ കർത്താവ് ഈ കുഴഞ്ഞ ചേറ്റിലൂടെ ഇനി വിട
വിടത്തില്ല. സ്വത്രം. കുഞ്ഞെ, നിന്നെ കർത്താവ് ഇനി കഷ്ടത്തിലൂടെ വിടത്തില്ല. ശ്രേഷ്ഠകരമായി നിന്നെ അവൻ മാനിച്ചുയർത്തും. ആ തള്ളക്കഴുത യേശുവിനെ ചുമലിൽ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് തങ്ങളുടെ പുറത്ത് കിടക്കുന്ന വിരികളെടുത്ത് ആ കഴുത നടക്കേണ്ടതിന് തറയിൽ വിരിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിക്കഴുതയ്ക്കൊരു കാര്യം മനസ്സിലായി. കേറണ്ടവൻ ഞങ്ങളുടെ മുതുകത്ത് കയറിയാൽ, സ്തോത്രം, ഞങ്ങളുടെ ഉരുവാക്കിയ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ ഞങ്ങൾ പിന്നെ കല്ലിലും മുള്ളിലുമല്ല നടക്കാൻ പോകുന്നത്, പിന്നെയോ ശ്രേഷ്ഠകരമായി പാട്ടുമേത്തയിലൂടെ നടക്കും. സ്തോത്രം. ആ കുട്ടിക്കഴുതയ്ക്ക് മനസ്സിലായി, എൻ്റെ അമ്മ മിണ്ടാതെ കരഞ്ഞതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ ഞാനും എൻ്റെ അമ്മയും അനുഭവിക്കുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്നോട് പറയട്ടെ, നീ കരഞ്ഞത് ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിച്ചത് ജീവനുള്ള ദൈവത്തോടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നീ കുറ്റം പറഞ്ഞത് അത് കേട്ടത് നീ ദൈവത്തിൻ്റെ നാമത്തിലാണെങ്കിൽ, നിന്നെ ദേശത്ത് ഓടിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തിലാണ് നിനക്കെതിരെ വാദിച്ചതെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയട്ടെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിനക്ക് വേണ്ടി ഒരു ദിവസം വച്ചിട്ടുണ്ട്. ആ ദിവസം മറ്റുള്ളവർ നിന്നെ അംഗീകരിച്ച് അവരുടെ മുമ്പിൽ നിന്നെ തല ഉയർന്ന് നീ നിൽക്കുന്ന ഒരു അവസരം ഉണ്ടെന്ന് മനസ്സിലാക്ക്. കഴുതയുടെ പുറത്ത് സ്വത്രം യേശു കർത്താവ് ഇരിക്കുമ്പോൾ, സ്വത്രം, ഞാൻ ഈ കഴുതയോടൊന്ന് ചോദിച്ചു, സ്വത്രം, അല്ലയോ കഴുതേ, കഴിഞ്ഞ കുറേ നാളുകളിൽ കാറ്റും മഴയും വെയിലും കൊണ്ട് നീ ചുമന്ന നിൻ്റെ യജമാനൻ നിന്നെ പുറംപറമ്പിക്കൊണ്ട് തള്ളി ഒരു കുറ്റിച്ചുവട്ടി കെട്ടിയിട്ടിട്ട് അവിടെ കിടന്ന് ചാകുമെന്ന് പറഞ്ഞ് നീ കരഞ്ഞ് കരഞ്ഞ് വിലപിച്ച നാളുകൾ നീ ഇപ്പോൾ ഓർക്കുന്നോ? സ്വത്രം, സ്വത്രം. ആ കുട്ടിക്കഴുതയുണ്ടല്ലോ, എൻ്റെ മുഖത്തോട്ട് നോക്കി ഒന്ന് ചിരിച്ചു. സ്വത്രം. അമ്മക്കഴുത പറയുക, ഇനി ഞാൻ കരയത്തില്ല, ഇനി എനിക്ക് കരയേണ്ടി വരികയില്ല. സ്വത്രം. കാരണം എൻ്റെ പുറത്തിരിക്കുന്നവൻ എൻ്റെ ഉടയവനാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പുറത്തിരിക്കുന്നവൻ എനിക്ക് ജീവൻ തന്നവനാ. ഞാൻ ചുമക്കുന്നവൻ എനിക്ക് സകലവും സർവവുമാ. അതുകൊണ്ട് ഇനി ഞാൻ കരയേണ്ടി വരത്തില്ല. സ്വത്രം, സ്വത്രം, സ്വത്രം. കുഞ്ഞേ, ഈ പുസ്തകം നീ ചുമക്കുമ്പോൾ, സ്വത്രം, ഈ പുസ്തകം നീ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ, ഇതുമായി നീ ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകുമ്പോൾ, സ്തോത്രം, പഴിക്കുവാനും ദുഷിക്കുവാനും കുറ്റം പറയുവാനും നിന്റെ യാത്രയെ മുടക്കുവാനും വഴിയിൽ പതിയിരുന്ന് പിശാച് പദ്ധതി ഒരുക്കുമ്പം ഭയപ്പെട്ട് പിന്മാറിപ്പോകരുത്. സ്വത്രം. കാരണം നിന്നെ വിളിച്ചത് പാസ്റ്റർ അല്ലെന്ന് നീ തിരിച്ചറിയണം. നിന്നെ വിളിച്ചത് ലോകത്തിലൊരു പ്രമാണിയല്ലെന്ന് തിരിച്ചറിയണം. നിന്നെ വിളിച്ചത് ഒരു സഭക്കാരല്ലെന്ന് തിരിച്ചറിയണം. നിന്നെ വിളിച്ചത് അഖിലാണ്ടത്തിന് ഉടയവനായ കർത്താവാണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ജയത്തോടെ ദൈവസന്നിധി കടന്നു വന്ന് എൻ്റെ അതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം എത്ര മനോഹരമെന്ന് പാടി ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം, സ്തോത്രം. പട്ടുമെത്തയിലൂടെ സ്തോത്രം കഴുത നടക്കുമ്പോൾ, സ്തോത്രം, ശിഷ്യന്മാർക്ക് അത്ഭുതമായി. സ്തോത്രം. അവരും ഒരിക്കലും കരുതിയിരുന്നില്ല, സ്തോത്രം, അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല യേശുവിന് കയറുവാനാണ് ഈ കഴുതയെ അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞതെന്ന്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ. കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ വഴിയിൽ ആരും തടസ്സം നിൽപ്പാൻ കർത്താവ് സമ്മതിക്കത്തില്ലെന്ന് നീ വിശ്വസിക്ക്. സ്വത്രം. ലോകത്തിലെ അധികാരി വർഗം മുഴുവനും നിനക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നിന്റെ കൂട്ടാളിക്കെതിരെ നിന്നാലും സർവശക്തനായ ഇറങ്ങി വന്ന് സകല തടസ്സങ്ങളെയും വെട്ടിമാറ്റി നിന്നെ ജയത്തോടെ നടത്തുവാൻ നിന്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത് ലോകാവസാനത്തോളം, പകുതിക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്നല്ല പറഞ്ഞത്. സ്വത്രം. കൂട്ടുവിശ്വാസി ഇട്ടേച്ചു പോകും, പാസ്റ്റർ ഇട്ടേച്ചു പോകും, സഭക്കാരിട്ടേച്ചു പോകും. പക്ഷേ എൻ്റെ ദൈവം വാക്ക് പറഞ്ഞത് ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്നാ. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ രാമൻ പറ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവ്
സ്തോത്രം, നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. സ്തോത്രം. നമുക്ക് വായിക്കാം. സ്തോത്രം. 23 സ്തോത്രം, മത്തായി സുവിശേഷം 23 അധ്യായം സ്തോത്രം, അതിൻ്റെ 12 വാക്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. എങ്ങനെ ഉയർത്തപ്പെടും? ദൈവത്താൽ ഉയർത്തപ്പെടും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊടുക്ക്. അവൻ തക്ക സമയത്ത് ഉയർത്തി മാനിപ്പാൻ കടന്നു വരും. സ്തോത്രം. ഒരു വാക്യം കൂടി വായിക്കാൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം സ്തോത്രം 6 അധ്യായം സ്തോത്രം, അതിനെ 46 മുതൽ 49 വരെ. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6 അധ്യായം 46 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്നതെന്ത്? കർത്താവ് നമ്മോടൊരു കാര്യം പറഞ്ഞാൽ അതിനനുസരിച്ച് ആ പറയുന്നത് ചെയ്യുവാൻ തയ്യാറായാലുണ്ടല്ലോ, നീ അനുഗ്രഹം പ്രാപിക്കും, നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, നീ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ കർത്താവ് കേൾക്കാതെ കാതടച്ചു വെക്കത്തില്ല കുഞ്ഞേ. നീ കർത്താവിനെ വിളിക്കുമ്പോൾ നിന്റെ കണ്ണുനീര് കാണാതെ എൻ്റെ കർത്താവ് കണ്ണടച്ചു വെക്കത്തില്ല. മനുഷ്യർ പലരും നിന്റെ നിലവിളി കേൾക്കാതെ പോകും. മനുഷ്യർ പലരും നിന്റെ കണ്ണുനീര് കാണാതെ പോകും. നീ അനുഭവിക്കുന്ന കഷ്ടത്തിൽ ഭാഗവാക്കാകാമെന്ന് പറഞ്ഞിട്ട് സമയം വരുമ്പോൾ ഇട്ടേച്ചു പോകും. എന്നാൽ എൻ്റെ കർത്താവിൽ നീ ആശ്രയിച്ചുകൊണ്ട് ഹൃദയ നുറുക്കത്തോടെ കർത്താവിനോട് നിലവിളിച്ചാൽ കുഞ്ഞേ, നിന്റെ നിലവിളിയുടെ ആഴവും അർത്ഥവും അറിഞ്ഞ് നിന്നെ വിടുവിപ്പാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വരും. ഓ, ലോകം പറയുന്നതല്ല, എൻ്റെ കർത്താവ് നിന്നോട് പറഞ്ഞത്. അവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് ഭയപ്പെടേണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ ഭയം കൂടാതെ ദൈവമുഖത്തേക്ക് നോക്കി നീ പറ, കർത്താവേ നീ എന്നോട് കൂടെ ഇരിക്കണമെന്ന്. അടുത്ത വാക്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ എന്ന് വിളിക്കുന്നവൻ കർത്താവിൻ്റെ അടുക്കൽ വരണം. സ്തോത്രം. കർത്താവേ എന്ന് വിളിക്കുന്നവൻ വിളിച്ചിട്ട് വഴിമാറിയല്ല പോകേണ്ടത്, കർത്താവിൻ്റെ അടുക്കൽ വരണം. അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം കർത്താവ് നിന്നോട് പറയും. അത് കേട്ട് നീ അനുസരിച്ച് യാത്ര ചെയ്യാൻ തയ്യാറായാൽ ഒരനർത്ഥവും വരുത്താതെ നിന്റെ യാത്രയുടെ പൂർത്തീകരണം വരെയും കർത്താവ് നിന്നെ കരുതും. സ്തോത്രം. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം. വീട് പണിത സ്തോത്രം 2 സഹോദരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യമായ എൻ്റെ കർത്താവ്. കാരണം അവനൊരു ഉറപ്പുണ്ട്, ഞാൻ പണിയുന്ന വീട് പാറമേല, അത് ക്രിസ്തുവാകുന്ന പാറമേല. സ്തോത്രം. സ്തോത്രം. കുഞ്ഞെ, നീ സ്തോത്രം പറയുമ്പോൾ അത് കേൾക്കുന്നത് എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്ക്. നീ കരയുമ്പോൾ നിൻ്റെ കണ്ണുനീര് കാണുന്നത് നിന്നെ വീണ്ടെടുത്ത കർത്താവാണെന്ന് വിശ്വസിക്ക്. നീ മുഴങ്കാലും അടക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിൻ്റെ ആവശ്യം അറിയുന്നത് സർവശക്തനായ ദൈവമാണെന്ന് നീ വിശ്വസിക്ക്. സ്തോത്രം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. എൻ്റെ വേദന എൻ്റെ അച്ഛൻ അറിയത്തില്ല, എൻ്റെ വേദന എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയത്തില്ല, ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവർ കണ്ടിട്ടും കാണാതെ പോകുക, ഞാൻ എന്തു ചെയ്യണ്ടു ദൈവമേ എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചോദിക്കാതെ നിന്നെ വീണ്ടെടുത്ത കർത്താവ് നിനക്ക് വേണ്ടി കരുതുമെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. നീ പറഞ്ഞത് സ്വത്രം ജീവനില്ലാത്ത വഴിത്തലക്കൽ കാണുന്ന ദേവന്മാരെന്ന് പറഞ്ഞു കൊണ്ടുവച്ചിരിക്കുന്ന കൽപ്രതിമകളോടല്ല, പിന്നെയോ ജീവനുള്ള ദൈവത്തോടാ നീ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജീവനുള്ള ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അടുത്ത വാക്യം.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ മത്സരിച്ച് മണലിൻ്റെ മേൽ വീട് പണിതവൻ, സ്വത്രം, കൊടുങ്കാറ്റും പെരുങ്കാറ്റും ആഞ്ഞടിച്ചപ്പോൾ സ്തോത്രം, തൻ്റെ വീട് നിലംപരിചായിപ്പോയി. അവൻ വട്ടം നടന്ന് ഓടിക്കെതച്ച് തൻ്റെ ഭവനം തകർന്നു പോയല്ലോ എന്ന് പറഞ്ഞ് പലരുടെയും അടുക്കൽ ചെന്നപ്പോൾ ഇതാ പാറമേൽ പണിതവൻ്റെ വീട് ഉറപ്പും ധൈര്യവുമായി നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ്റെ ജീവിതത്തിൽ വന്ന പരാജയം തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ സഹോദരങ്ങളെ, ചുറ്റുപാടും ഒന്ന് നോക്കണം കേട്ടോ. സ്വത്രം, നമ്മുടെ കൂടപ്പറപ്പുകളെ നോക്കണം, നമ്മുടെ നാട്ടുകാരെ ഒന്ന് നോക്കണം, സ്വത്രം, നമ്മുടെ വീട്ടുകാരെ ഒന്ന് നോക്കണം. അവർക്കാർക്കും ലഭിക്കാത്ത ഒരു സന്തോഷം, അവർക്കാർക്കും ലഭിക്കാത്ത ഒരു സമാധാനം, അവർക്കാർക്കും ലഭിക്കാത്ത ഒരു നന്മ നിനക്ക് ദൈവം തന്നെങ്കിൽ അത് നീ ദൈവത്തിൻ്റെ പൈതലായത് കൊണ്ട് പലരും അയ്യം വിളിച്ചുകൊണ്ട് അയ്യോ ഞാനെന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് ദേശത്ത് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടക്കുക. പണം കൊടുത്തിട്ടും ജീവിതത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് നേടാൻ കഴിയാതെ ഒടുവിൽ അവസാന ശ്വാസം വലിച്ചുകൊണ്ട് ICU യൂണിറ്റിൽ കിടക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ പറയുന്നൊരു വാക്കുണ്ട്, ഡോക്ടറെ എത്ര രൂപ വേണമെങ്കിലും തരാം, എൻ്റെ കൂട്ടാളിയുടെ പ്രാണൻ, എൻ്റെ കുഞ്ഞിൻ്റെ പ്രാണൻ, ഓ എൻ്റെ അപ്പൻ്റെ പ്രാണൻ, എൻ്റെ അമ്മയുടെ പ്രാണൻ ഒന്ന് നിലനിർത്തി തരണമേ എന്ന് പറയുമ്പോൾ ഡോക്ടർ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞേ പണത്തിന് കഴിയത്തില്ല, നിനക്ക് കഴിയുമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കേ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്വത്രം, ഒരു ചരിത്രം എൻ്റെ കാതുകളിലേക്ക് ഓടി വരിക. സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഈ വചനത്തിന് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുക. എങ്കിലും ഞാനൊന്ന് പറയട്ടെ. ഒരു സ്നേഹിതൻ സ്തോത്രം എന്നോടിങ്ങനെ പറഞ്ഞ്, ഈ ദൈവം കരുണയില്ലാത്ത ദൈവമാ, ഈ ദൈവം ദയയില്ലാത്ത ദൈവമാ. ഞാൻ ചോദിച്ചു, അതെന്താ സ്നേഹിത, സഹോദര, കരുണയും ദയയില്ലാത്തത്? ഇത്രയും കാലം ഭൂമിയിൽ ജീവിക്കാൻ നിന്നെ ദൈവം സഹായിച്ചില്ലേ? നീ ശ്വസിക്കുന്ന വായുവിൻ്റെ കണക്ക് നീ ഒന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ ഒന്ന് ചെന്ന് നിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം ഒന്ന് കൂട്ടി നോക്കിയാൽ എത്ര ലക്ഷം രൂപ അവർ വിലയിടുമെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ ഒരു വിലയും കൊടുക്കാതെ നിൻ്റെ പ്രാണനെ നിലനിർത്തിയ ദൈവമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയാ, അങ്ങനൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ സ്വത്രം എൻ്റെ അമ്മയെ കൊല്ലത്തില്ലായിരുന്നു, എൻ്റെ അപ്പനെ കൊല്ലത്തില്ലായിരുന്നു, എൻ്റെ കൂടപ്പറപ്പുകളെ എന്നും അകത്തത്തില്ലായിരുന്നു. സ്വത്രം, 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 സ്വത്രം. ഇതാ നമ്മുടെ കാര്യം. സ്വത്രം, മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ കൂടെ ഉണ്ടെങ്കിൽ ആയുസിൻ്റെ മധ്യത്തിൽ നീ പട്ടുപോകത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു മനുഷ്യൻ്റെ ആയുസ് ഏറിയാൽ 70, ഇല്ലെങ്കിൽ 80, ശേഷമുള്ള കാലം കഷ്ടവും ദുഃഖവും പ്രയാസവും നിറഞ്ഞതാ. സ്വത്രം, അങ്ങനെയാണെങ്കിൽ അടുത്ത വാക്യം പറയുന്നു, നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും, നിൻ്റെ ഭവനത്തിനകത്ത് സമാധാനമുണ്ടാകും. ഒരു ഹല്ലേലൂയ പറയാമോ? സ്വത്രം. അങ്ങനെയാണെങ്കിൽ മക്കളുടെ മക്കളെ കണ്ട മാതാവേ, പിതാവേ, സ്വത്രം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായിരുന്നില്ലേ? സ്വത്രം, ഒരു നല്ല ഹല്ലേലൂയ പറ. സ്വത്രം, എൻ്റെ കൊച്ചുമക്കളെ കാണുവാൻ എനിക്ക് ഭാഗ്യം തന്ന എൻ്റെ കർത്താവ് എത്ര വലിയവനാണെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സന്തതിയെ സ്വർഗത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ കാണാതെ നിങ്ങൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടത്തില്ല. രോഗം വരാം, കഷ്ടം വരാം, കണ്ണുനീര് വരാം, ദുഃഖം വരാം, ദുരിതം വരാം. പക്ഷേ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുന്ന നാൾ വരെയും ഒരു രോഗം നിന്നെ കടന്നു പിടിച്ച് നിന്റെ പ്രാണനെ കെടുത്തി കളയാൻ വിടത്തില്ല. ഒരു ശാപം നിന്നെ കടന്നു പിടിച്ച് നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ പട്ടിണി കടന്ന് നരകിച്ച് ജീവിക്കണമെന്ന് ഗതികേട് ദൈവം വരുത്തത്തില്ല. കാരണം നിന്നെ തിരഞ്ഞെടുത്തവൻ സ്വത്രം എൻ്റെ ജീവൻ നൽകിയ തിരഞ്ഞെടുത്തത്. നഷ്ടപ്പെടുത്തി കളഞ്ഞ പ്രാണനെ വീണ്ടെടുത്ത നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് പകൽക്കാലം പറയട്ടെ. സ്തോത്രം, ബുദ്ധിയില്ലാത്തവനെ പോലെ സ്തോത്രം, മണലിൽ മേലല്ല വീട് പണിയേണ്ടത്, ക്രിസ്തുവാകുന്ന പാറമേൽ നീ വീട് പണിതാലുണ്ടല്ലോ, നീ മാത്രമല്ല നിന്റെ സന്തതിയും അവരുടെ സന്തതിയും അതിനകത്ത് സന്തോഷത്തോടെ പാർക്കും. ഒരു ഹല്ലേലൂയ പറയെങ്കിൽ പറ.
സ്വത്രം. അതിനാ കർത്താവ് വിളിച്ചത് സ്വത്രം. ആ കർത്താവിനെ സ്വത്രം ദേശം മുഴുവനും ചേർന്ന് സ്വത്രം, ഇവൻ്റെ ഉപദേശം വേണ്ട, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് തന്ത്രം മെനഞ്ഞ് സ്വത്രം യേശുവിൻ്റെ മേളിൽ സ്വത്രം കുറ്റം ചാർത്തി സ്വത്രം യേശുവിനെ ക്രൂശിക്കുവാൻ രാജാവിനോട് പറഞ്ഞു. രാജാവ് ജനത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് സ്വത്രം മാറിയും തിരിഞ്ഞും 5 കോടതിയിൽ യേശുവിനെ വിസ്തരിച്ചു. കുഞ്ഞെ, നിന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ദേശക്കാർ, ബന്ധുക്കാരെല്ലാം വരും. എന്തിനെന്നറിയാമോ? നീ കട്ടട്ടല്ല, നീ മോഷ്ടിച്ചിട്ടല്ല, നീ പിടിച്ചു പറിച്ചിട്ടല്ല, നീ ആരെയും ദ്രോഹിച്ചിട്ടല്ല, പിന്നെയോ എല്ലാ ദുർസ്വഭാവങ്ങളും വിട്ട് തിരിഞ്ഞ് യേശു മതി എന്ന് പറഞ്ഞ് സിംഹമായിരുന്ന നീ ഒരു കുഞ്ഞാടായി മാറ്റപ്പെട്ടത് കൊണ്ടാ നിനക്കെതിരെ ശത്രുവാടകോരുന്നത്. സ്തോത്രം. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. യഹൂദാ ഗോത്രത്തിന് സിംഹം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം. നീ കുഞ്ഞാടായാൽ യഹൂദാ ഗോത്രത്തിന് സിംഹം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം. ഇടത്തും വലത്തും നോക്കല്ലേ, മുമ്പും പിൻപും നോക്കല്ലേ, ഉയരത്തിലേക്ക് നോക്ക്. നിന്നെ വീണ്ടെടുത്തവൻ ഉയരത്തിലിരുന്ന് നിനക്ക് വേണ്ടത് തരുവാൻ തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കും. അതുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചോ. പ്രശ്നങ്ങളുടെ നടുവിൽ പതറി പോകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. മഹത്വം വെളിപ്പെടും. സ്തോത്രം. 5 കോടതിയിൽ മാറി മാറി വിസ്തരിച്ചിട്ടും രാജാക്കന്മാർ പറയുകയാണ്, ഇവരിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. കുഞ്ഞേ, നിന്നെ കുറ്റം ചാർത്തുന്നവർ നിന്നിൽ കുറ്റമുണ്ടായിട്ടല്ലെന്ന് നീ മനസ്സിലാക്കണം. നീ പാപം ചെയ്തിട്ടല്ലെന്ന് നീ മനസ്സിലാക്കണം. നിന്നെ പഴിക്കുന്നതും ദുഷിക്കുന്നതും അവർക്കാർക്കും നീ ഒരു ദ്രോഹം ചെയ്തിട്ടല്ലെന്ന് നീ അറിയണം. പിന്നെയോ നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ടല്ലോ, സകലത്തെ വിവേചിക്കുന്നതാകൊണ്ട് പാപം ചെയ്തവൻ നിന്നെ കുറ്റം വിധിക്കും. അതുകൊണ്ട് യേശു കർത്താവ് തൻ്റെ മുമ്പിൽ വ്യഭിചാരക്കുറ്റത്തിന് പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ യഹൂദന്മാരും ന്യായശാസ്ത്രിമാരും പ്രമാണിമാരും നിർത്തുമ്പോൾ പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ഹെരോദാവ് പറയുമ്പോൾ, പീലോത്താസ് പറയുമ്പോൾ, സ്വത്രം അതിനൊരു കാരണമുണ്ടായത്. തലേ രാത്രിയിൽ അവൻ്റെ ഭാര്യയുടെ അടുത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. നീ ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ്, നീ ഒരു കാര്യം ചെയ്യുവാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കണം. കുഞ്ഞെ, കർത്താവെ ഞാൻ പോകണമോ? കർത്താവെ ഞാൻ കൊടുക്കണമോ? കർത്താവെ ഞാൻ ചെയ്യണമോ? കർത്താവെ ഞാൻ കൂടെ പിടിക്കണമോ എന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് ദൈവം പറയുന്നെങ്കിൽ അത് നീ ചെയ്യണം. ദൈവം പറയാത്തതൊന്നും നീ ചെയ്യാൻ നിൽക്കരുത്. ദൈവം പറയാത്ത സ്ഥാനത്ത് നിന്റെ നാവ് ഉയർത്തരുത്. ദൈവം പറയാത്ത സ്ഥാനത്ത് നിന്റെ കരം ഉയർത്തരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു പക്ഷേ ആ സമയങ്ങളിലൊക്കെ നീ മിണ്ടാതെ ഇരിക്കുമ്പം നീ ഒരു ഭോഷനാണെന്ന് തോന്നും, നിനക്കൊരു കഴിവുമില്ലെന്ന് തോന്നും. ആ സമയത്ത് നിനക്കിട്ട് 4 തരാമെന്നും തോന്നും. വാങ്ങിച്ചോണം. തിരിച്ചുപദ്രവിക്കരുത്, തിരിച്ച് ചീത്ത പറയാൻ പോകരുത്. സ്വത്രം. നിന്നെ ഏതെല്ലാം തരത്തിൽ നിന്നെ തകർക്കാൻ പദ്ധതിയിട്ടാലും അതിനൊന്നും നീ മറുപടി പറയാൻ പോകണ്ട. നീ സ്തോത്രമെന്ന് യാഗമർപ്പിച്ചാൽ മാത്രം മതി. കൈകാര്യം ചെയ്യാൻ സ്വർഗം ഇറങ്ങും. സ്തോത്രം. ഓക്കെ. ജനത്തിൻ്റെ നടുവിൽ പീലാത്തോസ് കൈ കഴുകുമ്പോൾ സർവശക്തനായ കർത്താവിനെ ക്രൂശിക്കാൻ കൊടുക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ സമൂഹം മുഴുവനും നിന്നെ ക്രൂശിക്കും. എന്തിനു പറയുന്നതിന് വീട്ടുകാർ പോലും നിനക്കെതിരായി മാറും. പക്ഷെ അവരുടെ മുമ്പിൽ നിന്റെ തല ഉയരുന്ന ദിവസം അധികം വിദൂരമല്ലെന്ന് നീ മനസ്സിലാക്കിക്കോ. സ്തോത്രം. അടക്കി ഒതുക്കി ഇമ്പീരിൽ മുദ്ര വെച്ച് സ്തോത്രം ഇനി ഒരിക്കലും പുറത്തു വരരുത് എന്ന് പറഞ്ഞ് ലോകത്തിൽ ആരെയും അടക്കാത്ത നിലവാരത്തിൽ അടക്കി മുദ്ര വെച്ചെങ്കിൽ സർവശക്തനായ ദൈവം റോമാ സാമ്രാജ്യത്തിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് സ്തോത്രം നസ്രനായ കർത്താവ് യേശു ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവന്ന്
അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞ് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അടക്കി വെക്കാൻ കഴിയാത്ത മഹത്വമാണ് കുഞ്ഞെ എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് എന്നെ നിനക്കോ നിന്റെ സന്തതിക്കോ നിന്റെ തലമുറയ്ക്കോ തകർക്കാൻ പറ്റത്തില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ വന്നെങ്കിൽ ഞാൻ വീണ്ടും വരും. സ്വത്രം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ വീണ്ടും വരും. സ്വത്രം. ആ വീണ്ടും വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. അവൻ നമ്മുടെ കണ്ണുനീര് തുടച്ച്, അവൻ നമ്മുടെ കഷ്ടതകളെ മാറ്റി, നമ്മുടെ വേദനകളെ അകറ്റി ഈ ജീവിതയാത്ര തികച്ചെടുക്കുവോളം പട്ടുപോകുവാൻ ഇടവരത്തില്ല. നമ്മുടെ കുടുംബക്കാർ പറയും നീ നിൻ്റെ കുഞ്ഞുങ്ങളും രക്ഷപ്പെടത്തില്ലെന്ന്. നമ്മുടെ കൂട്ടാളി പറയും നീ ഒരിക്കലും ആഗ്രഹിക്കുന്ന സന്തോഷം അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. ദേശക്കാർ മുഴുവനും പറയും നിൻ്റെ ശബ്ദം ഇനി ദേശത്ത് ഉയരുവാൻ ഞാൻ വിടത്തില്ലെന്ന്. കുഞ്ഞെ, നിൻ്റെ ശബ്ദം നീ ഉയർത്തിയില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിൻ്റെ ശബ്ദം ഉയർത്തും. സ്തോത്രം, സ്വത്രം, സ്വത്രം. ദൈവത്തിൻ്റെ ദാസനായ ഗ്രഹാം സൈസിനെയും കുഞ്ഞുങ്ങളെയും ജീപ്പിനകത്തിട്ട് സ്തോത്രം തീ വച്ച് കൊല്ലുമ്പോൾ സ്തോത്രം, സ്വത്രം. ആ സഹോദരന്മാർ വിചാരിച്ചു ഇനി ഒരിക്കലും ഇവിടെ സുവിശേഷവും ഉയരത്തില്ല, ഇനി ഒരിക്കലും ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കത്തുമില്ല. പക്ഷേ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ ന്യായവിധി അയച്ചു. സ്തോത്രം. നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. സ്തോത്രം. കർത്താവ് ദേശത്തിൻ്റെ മധ്യത്തിൽ ന്യായവിധി അയച്ചപ്പോൾ അവിടെ 3 പേരാ മരിച്ചത്. എന്നാൽ ആ സ്ഥലത്ത് 30,000 പേരെ ഒരുമിച്ച് മണ്ണിനിടയിലാക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. സ്വത്രം. ആ ദേശത്ത് ഗ്രഹാം സൈസിൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവിളി സ്വത്രം വലിയ ഉച്ചത്തിൽ കേട്ടില്ല. പക്ഷേ ആ ഒറീസയുടെ മണ്ണിൽ ആയിരക്കണക്കിന് മക്കളുടെ നിലവിളി ആ ദേശം കേൾക്കുമാറ് ദൈവം ഉയർത്തുവാനിട വരുത്തിയെങ്കിൽ കുഞ്ഞേ, നീ ഭയപ്പെടണ്ട. എത്ര വലിയ ശത്രു നിനക്കെതിരെ വാടകോരിയാലും സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. നീ പരാജയപ്പെടും ദൈവം സമ്മതിക്കത്തില്ല. ഒരുപക്ഷെ ഇന്ന് നീ പരാജയപ്പെട്ടെന്ന് വരാം, ഇന്ന് നിന്റെ തല കുനിഞ്ഞെന്ന് വരാം. പക്ഷേ എൻ്റെ അപ്പൻ നിന്റെ തലയെ ഉയർത്തി മാനിപ്പാൻ ശക്തനാ. എന്തിനാണെന്നറിയാമോ? മധ്യാകാശത്തിൽ നിന്നെ ചേർക്കുവാൻ വരുന്ന കർത്താവിൻ്റെ തിരുമുഖം കാണുവാൻ. അങ്ങനെയാണെങ്കിൽ ഈ നല്ല പകലിൽ ആ മുഖത്തിൻ്റെ ശോഭ അന്ത്യത്തോളം നിന്നോട് കൂടെ ഇരിക്കുന്ന വിശ്വാസമുണ്ട്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.